ഹലോ, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഗ്ലാസ് പുഡിങ്ങാണ്. അതായത് ഇളനീർ വെള്ളം കൊണ്ടുള്ള പുഡിങ്ങാണ്. പുഡിങ്ങിൽ വെച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് ഇളനീർ പുഡിങ്. അപ്പോൾ ഇന്ന് ഇളനീർ വെള്ളത്തിൻ്റെ പുഡിങ്ങാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് ഇളനീറിൻ്റെ പൾപ്പ് നമ്മൾ ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആദ്യം നമ്മൾ ഏത് പുഡിങ് ട്രേയിലാണോ സെറ്റാക്കുന്നത് ആ ട്രേയിലേക്ക് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം പിന്നെ നമ്മൾ ഇളനീർ വെള്ളമാണ് എടുക്കേണ്ടത്. 3 കപ്പ് ഇളനീർ വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ 3 കപ്പ് ഇളനീർ വെള്ളത്തിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ 3 കപ്പ് ഇളനീർ വെള്ളത്തിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ഗ്രാമിൻ്റെ മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ ഈ ഒരു പഞ്ചസാര അളന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ചൈന ഗ്രാസ് 20 ഗ്രാം ചൈന ഗ്രാസ് കുറച്ച് ഇളനീരിൻ്റെ വെള്ളത്തിൽ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇളനീർ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നല്ലവണ്ണം വെള്ളം തിളപ്പിച്ചെടുക്കണം. അതേസമയം തന്നെ നമ്മൾ ചൈന ഗ്രാസും ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇതൊരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം കുറച്ച് ഇളനീർ വെള്ളവും കൂടി ഈ ഒരു ചൈന ഗ്രാസിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് നല്ലവണ്ണം മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലവണ്ണം മെൽറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ ഇളനീർ വെള്ളം ഇതുപോലെ ഒന്ന് തിളച്ചിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇളനീർ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഈ ഒരു വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ചൂടോടെ തന്നെ നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലവണ്ണം വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ഏത് പുഡിംഗ് ട്രേയിലേക്ക് നമ്മളിത് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് നേരെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മളെ പാർട്ടികളിലൊക്കെ കോമൺ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പുഡിങ്ങാണിത്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.